ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലീസ. വെൽക്കം ബാക്ക്. ഇന്ന് ഞങ്ങളുള്ളത് എവിടെയാണ്? കടമ്പൊയിൽ, ഓ നിലമ്പൂർ, മമ്പാടാണ് കേട്ടോ. കാട്ടിനുള്ളിലാണ്. ഞങ്ങൾ ചിഞ്ചുവിന്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നതാണ്. ഇന്നലെ വന്നതാണ്. ഒരു ദിവസം നിൽക്കാൻ വേണ്ടിട്ടല്ലേ? ഒരു ദിവസത്തിന് വന്നതാണ്. പക്ഷെ ഇന്ന് രാവിലെ ജനുവിന്റെ കൂടെ ഇവിടെയൊക്കെ പോയി കണ്ടപ്പോ ഒരാഴ്ച നിൽക്കണം എന്നൊരു തോന്നലില്ല. ഇല്ല, ആദ്യം തന്നെ ഉണ്ടായിരുന്നു ഒരാഴ്ച നിന്നിട്ട് പോകുന്നു. ഞാനൊരു ദിവസത്തേക്കുള്ളൂ. അല്ല, ഇവരെ മമ്പാടിന്റെ ഒരു പ്രത്യേകത എന്താ അറിയോ? ഇതിന്റെ പാലത്തിന് ഇപ്പുറവും പാലത്തിനപ്പുറമാണ്. ഈ പാലത്തിനപ്പുറം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്ന സ്ഥലം, അപ്പുറം കാടിനോട് ഇടപഴകിയിട്ട് നാടൻ എന്ന് പറഞ്ഞാല് ഹെവി ഐറ്റം. അവിടെ ചെന്ന് കഴിഞ്ഞാല് നമ്മളെ ഇപ്പൊ എന്താ പറയാ, ചുരുളി സിനിമ അതിന്റെ അങ്ങനത്തെ ഒരു ലൊക്കേഷനിൽ പോയ പോലെ കുരങ്ങന്മാരുണ്ട്, മലയണ്ണാനുണ്ട്, പല വെറൈറ്റി ആനിമൽസ്. അവിടെ കുറുനരിയൊക്കെ വരും, എത്ര ആടിനൊക്കെ കടിക്കാനും. പിന്നെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കരടിയുണ്ട്. ഇപ്പൊ നമ്മൾ അവിടെ ഈ ഇലക്ട്രിക് ഫെൻസ് വെച്ചിട്ടുണ്ട്, ഫോറസ്റ്റ്. നമുക്ക് കണ്ട് എൻട്രി ഇല്ല, ജസ്റ്റ് അതിന്റെ അടുത്ത് പോയിട്ട് കാണാൻ പറ്റും, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ നീർച്ചോലകള്, അരുവികളുണ്ടല്ലോ, നമ്മള് പഴയ പണ്ടത്തെ വീഡിയോ എടുത്തില്ല. അത് എനിക്ക് തോന്നുന്നു നിന്റെ പ്രേക്ഷകർക്ക് കൂടുതലും ഫാമിലി സാധനങ്ങളുണ്ടല്ലോ. നാളെ ഞാൻ കുറച്ച് വീഡിയോ ഇതിൽ ആഡ് ചെയ്യും, കുറച്ച് നല്ല നാടൻ വീഡിയോസ് ആഡ് ചെയ്യും. പിന്നെ ഞങ്ങള് പറഞ്ഞില്ലേ, ഇന്നലെ വന്നതാണ് ഞങ്ങള്. അപ്പൊ ഇന്നലത്തെ കുറച്ച് കാഴ്ചകള് കണ്ട ശേഷം തിരിച്ചു വരാം. ചിഞ്ചുവിന്റെ അമ്മ അവിടെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. തിരിച്ചു വരാൻ അവരെവിടെങ്കിലും പോകുന്നുണ്ടോ? എല്ലാ കാഴ്ച കണ്ടിട്ട് തിരിച്ചു വരാട്ടോ. വീണ്ടും തിരിച്ചു വരേ? നിങ്ങൾ പോയി ചായ കുടിച്ചിട്ട് വരണം എന്നൊന്നും ചേട്ടാ. ജാമിലിന്റെ വീഡിയോ ആരും കാണണ്ട. ചിഞ്ചുണ്ട്, കഞ്ഞി ചമ്മന്തിയും മുളകരച്ചതും പുറത്ത് വന്ന് ഞാൻ ജനുവിന്റെ അടുത്ത രാവിലെ വിളിച്ചത്. വേണ്ടായിരുന്നു അമ്മ, ഇതൊക്കെ കൂടി വേണ്ടായിരുന്നു. കുടിക്കേ ഷുഗർ കട്ട്. ലോകിന് വേണ്ടി ഞാൻ അങ്ങനെ പലതും പറയും. ജനുവിന്റെ വീട്ടിന്റെ മുന്നിൽ ഡീജെ ഒക്കെ ഉണ്ട് കേട്ടോ. ചിഞ്ചു തുറന്നു തരാറില്ലല്ലോ. നെയ്ലപ്പിയേ. അങ്ങനെ നമ്മള് ഇവിടെ ബമോറയിൽ, ജെന്നു നമ്മളെ ബമോറയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടല്ലേ? ഈ കണ്ടു വന്നിട്ടില്ല? ജെനു വന്നിക്കണ്. ലൈഫ് ഫിഷ്, ഫുൾ വൈറ്റ്. യെസ്, യെസ്, ബ്യൂട്ടിഫുൾ പീപ്പിൾ ആണ് വന്നിട്ടുള്ളത്. ജനു, മമ്പാട് ഇത്ര സെറ്റപ്പ് ആയിരുന്നോ? മമ്പാട് വളർന്നു വരുന്ന ഒരു നരകാണ്. നാക്ക് കള്ളം അറിയില്ല. ഞാൻ വിചാരിച്ചു നിങ്ങളെക്കാളും സെറ്റപ്പ് ഞങ്ങൾ പര്യാവരാവുന്നു. ഹൈലൈറ്റ് മാൾ എന്ന് വരും? 2 കൊല്ലം എടുക്കുവോ? നമുക്ക് ഏറ്റവും വൈബുള്ള സ്ഥലം ആടെ മുകളിലൊക്കെ ഉണ്ടല്ലേ. മുകൾക്കൊക്കെ ഉണ്ടൊക്കെ മുള വെച്ചിട്ടുള്ള നല്ല രസമുണ്ടല്ലേ. സ്റ്റെയറൊക്കെ അങ്ങോട്ടൊക്കെ ഉണ്ട്. കൊള്ളാം. ഇനി പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിലേറെ വലുത് ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങൾക്ക് ആകെ ഒരു ദിവസമേ ഉള്ളൂ ഞങ്ങളെ മുന്നിൽ. ഇത് മമ്പാട്ടിലെ വണ്ടർ നമ്പർ 1 വളർന്നു വരുന്ന ഒരു ബ്ലോഗറാണ്.
ഉറക്കത്തിൻ്റെ ഒരു മൂഡ് ഓഫിലാണ് ഫെല്ലക്കുട്ടിയും നൈലക്കുട്ടിയും. അത് ഫെല്ലക്കുട്ടി വന്ന ഉടനെ ഉള്ള ഒരു സ്റ്റാർട്ടിങ് ട്രബിളാണ്. കുറച്ച് കഴിഞ്ഞതൊക്കെ റെഡിയാവും. നൈലമ്മ അതാ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ശരിയായി വരണമെന്ന് വിചാരിക്കുന്നു. നൈലമ്മക്ക് അടിക്കൊന്നും ഇട്ടിട്ടില്ല. ഒരു പാൻറ് അച്ഛാ പാൻറ്. ഇതാണ് ജനുവിന്റെ ഉമ്മ. കണ്ടാ പറയില്ല അല്ലേ? കണ്ടാ പറയും. ഷംലിന്റെ ഭർത്താവാണെന്നല്ല, ഷംലിന്റെ വാപ്പയാണെന്ന് പറയും. വാപ്പ അത്രക്ക് വേണോ? ആ വിളമ്പിക്കോളും. ഇതെന്താ? ഇത് കാളാഞ്ചി, ഇത് ഇദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ആണ്. ഞണ്ട് നന്നായിട്ട് ജനോ ഞണ്ട് നന്നായിട്ട് കുക്ക് ചെയ്യും ചെയ്യും. ആ നാളെ ഞണ്ടുണ്ട്. ഇതെന്താണ്? ഒരു കാളാഞ്ചിന്റെ 2 മസാലയല്ലേ? എങ്ങനെയുണ്ട്? ഞാൻ കഴിച്ചു തുടങ്ങുന്നുള്ളൂ. സൂപ്പർ, നല്ല ഫ്ലേവർ. അനി വാപ്പച്ചിനോട് ചായ റെഡി ആയിട്ടുണ്ട്. എന്താണ് ജനു സ്പെഷ്യൽ? തട്ടിക്കൂട്ട് മറ്റൂര ചിക്കൻ ഫ്രൈ, മട്ടൻ കുറുമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ലക്ഷ്യുടെ അവരിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ, തലേ ദിവസത്തെ കറിയിലോട്ട് ഇച്ചിരി ഉപ്പുമാവോ അതെല്ലാം നാളെ രാവിലെ ഇട്ടോ 2 ജനുവിന് അതൊക്കെ മതി. ആ സാധനമാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവില്ലേ. അത് വേണമെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഏലക്കായിട്ടുള്ള ഒരു കട്ടനം. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ബട്ടൂരയുണ്ട്, മട്ടൻ കറിയുണ്ട്, മട്ട കുറുമയാണ്, ചിക്കൻ ഫ്രൈ, ഫിഷ് കറി, ഫിഷ് മാംഗോ കറി ഉണ്ട്. പിന്നെ അതിലോട്ട് ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാ. വെള്ളപ്പം. ചതി ചതി കൊടും ചതി. എന്ത് പണിയായിരുന്നു ഇതിപ്പോ. വലിയ ടാസ്ക് ആയി. ഞാൻ ഇനി ഇങ്ങോട്ട് വരില്ലട്ടാ. അതിങ്ങനെ നിങ്ങളൊരു നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരില്ല. അതാണ് എനിക്ക് വേണ്ടത്. ഇഷ്ടല്ല എന്നെ സൽക്കരിക്കുന്ന ഇഷ്ടല്ല. ഐ ഡോണ്ട് ലൈക്ക് സൽക്കാരം. ചിഞ്ചുപാടി കഴിക്കാൻ ഞാൻ പറയാൻ പോവായിരുന്നു. ഇത്രക്ക് ദുഃഖണ്ടെങ്കിൽ കഴിക്കണ്ടാന്ന് അല്ലേ? കാല് ആദ്യം തന്നെ കാല് കയ്യിലാക്കിയിരിക്കുന്നുട്ടോ ജനു. അത് ചിഞ്ചു കാല് കഴിക്കാത്തോണ്ട് രക്ഷപ്പെട്ടില്ല. കാലൊക്കെ ചായ 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 എന്തിൽക്കും എന്ത് വേണമെങ്കിലും കഴിക്കാം. അങ്ങനെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നേരെ ഒരു സ്ഥലം വരെ പോവാണ്. ഈ ലുക്കൊക്കെ കണ്ടാല് മാളിലേക്ക് പോവാണെന്നാണ്. ഞാൻ പറഞ്ഞില്ല, കുളത്തില് കുളിക്കാൻ പോവാണ്. ഒരു തോർത്തും കൊണ്ട് തലയിൽ കെട്ടിയിട്ട് ഒരു കള്ളിമുണ്ടും എടുത്തിട്ട് മുണ്ടും പൊക്കി ചൊറിഞ്ഞാണ്ട് പോയി ചാടേണ്ട സ്ഥലത്ത് കാണും ഇവര്. മാൾക്ക് പോകുന്ന മാതിരി ചിഞ്ചുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ചിഞ്ചുണ്ട് ചിഞ്ചുണ്ട് ലിപ്സ്റ്റിക്. വെയിറ്റ് ഞാന് ചിഞ്ചു ട്വിന്നിങ് ആണ് കേട്ടാ. ഞാന് ചിഞ്ചു റാണി പിങ്ക്. പച്ച ബാ 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 അടിയാണ്ടൊക്കെ അവരെന്താളും നല്ല മനപ്പൊരു
ഞങ്ങള് നല്ല മലപ്പുറത്തോ പെല്ലുട്ടിയെ വാട്ട് എ കോയിൻസിഡൻസ്. ഞങ്ങള് മനഃപൂർവ്വം ഇട്ടതല്ല, അങ്ങനെ ആയിപ്പോയതാണ്. പച്ചയാണ്, തത്തപ്പച്ച. ഞാൻ വിചാരിച്ചു ജനുവിന്റെ ബാക്കിലെ കാക്ക കാഷ്ടിച്ചതാന്ന്. സത്യം ജനു അറിഞ്ഞിട്ടില്ല വിചാരിച്ച്. കാക്ക പണി പറ്റിച്ചതാണ്. ഫുള്ളായിട്ട് കാണുന്നില്ല, ബാക്കിൽ കുറച്ച്. അയ്യേ, ഇതാണ് ഞങ്ങളെ മമ്പാട് അങ്ങാടി. ഞങ്ങളല്ല, ആ പരിയാപുരത്ത് നിന്നും ഇവിടെ മമ്പാട് എത്തിയ ചിഞ്ചു. അങ്ങനെ ഞങ്ങൾ കുളത്തിലേക്ക് പോവുകയാണ്. നമ്മളിറങ്ങുവോ? ചിഞ്ചു ഇറങ്ങുവോ? ലിപ്സ്റ്റിക്ക് പോവും, മേക്കപ്പ് ഒലിച്ചു പോവും. നീന്താൻ അറിയില്ല, ചിഞ്ചുവിനും അറിയില്ല, എനിക്കും അറിയില്ല. ഇവർക്ക് രണ്ടാൾക്കും അറിയാം. ജനുവിനും അറിയില്ല നീന്താന്, കുറച്ചറിയുള്ളൂ. രക്ഷിക്കാൻ ബാബുവൊക്കെ ഉണ്ട്, പേടിക്കണ്ട. എന്താണത് പാടം, പറമ്പ്, കാട്, മല, വെള്ളം, എന്താണ് മറ്റേ ഡോറാ പൂച്ചി പറയണ ഇതിലൊക്കെ ആടിത്തമർത്ത് ബാല്യകാലം മുഴുവൻ അതിൽ സ്പെൻഡ് ചെയ്ത ആൾക്കാരുടെ ഈ നീന്താൻ ബാല്യകാലത്തിൽ നീന്തിയിട്ടുള്ളൂ, പിന്നെ നീന്തിയിട്ടില്ല. എന്നാ പിന്നെ നീന്താൻ അറിയണ്ടാവില്ല. എന്റെ പൊന്ന്, എന്റെ പൊന്ന്, ഇത് മുങ്ങാൻ കൂടി ഇടാൻ പോലും പേടിയാണ്. ഇവർക്ക് നമ്മൾ പറയുന്നൊന്നും മനസ്സിലാക്കുന്ന അല്ലേ? ചിഞ്ചുന് ഭയങ്കര ബുദ്ധിയാണെന്ന് ഞാന് മാറ്റി പറയട്ടെ. ഞങ്ങളിത് അവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്. വണ്ടി അവിടെ നിർത്തി. ഇനി ഓഫ് റോഡാണ് അത്ര, അപ്പൊ നടക്കേണ്ടി വരും. നൈലക്കുട്ടി ഛർദിച്ചതാണ് കേട്ടോ. ഇതാണ് ഈ ഷംലിന്റെ ഷോളിലൊക്കെ വിചാരിക്കണ്ട. നിങ്ങളെ വിളിക്കുന്നു. ബൈക്കുകയല്ല, ഹോസ്പിറ്റല്. അടുത്തത് എവിടുക്കാ? വാവ്, അടുത്ത ഡെസ്റ്റിനേഷൻ കുളമാണ് കേട്ടോ. കുളം. കുട്ടി രണ്ട് വാങ്ങിച്ചോ? ഹായ്, എന്തേ ഇറങ്ങണണ്ട? ചിഞ്ചു ഇറങ്ങണ്ടടി. വാവ്, നല്ല കളറില്ലേ? എന്താ രസം. ജനു ഇവിടെ വരാറുണ്ടാ? ഇവിടെ വരാറുണ്ടാ? ചിഞ്ചു ആദ്യമായിട്ടാവും. നൈല, നൈല അത് ഇറങ്ങി. നൈല അതൊക്കെ കാലിട്ട് കളിക്കണേ, കാലിട്ട് കളിക്കണോക്കിയേ. നൈല, നൈല ഇറങ്ങാന് തല്ലുണ്ടാക്കണേ. ചിരി കണ്ട ചാടാ നോക്കണോക്ക്.
ഇനി വാപ്പച്ചി ഇപ്പൊ ചാടുന്നതായിരിക്കോ? വാപ്പച്ചിന്റെ ചെരുപ്പതാ. തണുപ്പുണ്ടാ? എന്നാ ജനു ചാടിക്കോ ഇങ്ങോട്ട് കാട്ടുകുട്ടീനെ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ? എന്തോ ഒരു ഭംഗിയാ. റബ്ബർ തോട്ടങ്ങളാണ്. ആണോ? ഉണ്ടാക്കിയതല്ലേ? ഇവിടെയൊക്കെ ഇവിടെ ഒരാള് നോക്കണോക്ക് ചാടാൻ നോക്കണ. അല്ല ഞാൻ പറഞ്ഞേ. ഓ റബ്ബേ, മുഖം അടിച്ചു കാണ്ട് ചാടി. ഇനി ചാടാൻ പോവാ. അല്ല പശുവിന് ടൂ ചെരുപ്പാ എന്തൊക്കെ അടി കൂടി വരണോക്ക. അതാ നീന്തലിപ്പോഴും പഠിക്കാ. അടുത്തതായി ജനു ചോലോത്തല്ലേ? കല്യാണം കഴിക്കണ കോവിലിൽ ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ നടക്കുന്നതിന്റെ മുന്നിൽ പാടുവതും രാഗമം കേളുവതും രാഗമം ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ നടക്കുന്നതിന്റെ മുന്നിൽ പാടുവതും രാഗം തേടുവതും രാഗം ഈ പ്രദക്ഷിണ എവിടെന്നോ വന്നു എങ്ങോട്ടോ. മലിന്റെ മുകളിൽ കൂടി കയറി ചാടി. കൊള്ളാം പൊളിച്ചു. മൂന്നാളും കൂടെ സെറ്റാക്കി. അടുത്തതായി വീണ്ടും ഫുഡ് അടിയിലേക്ക്. കുളത്തിലൊക്കെ ചാടി അടുത്ത വിശപ്പ് തുടങ്ങി. നിങ്ങള് ഇന്ന് ഉച്ചക്കത്തെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഫുൾ നാടനാട്ടാ. നമ്മളെല്ലാം നാടൻ്റെ ആൾക്കാരാണ്. ചോറ് കണ്ടോ? കൂന്തൽ റോസ്റ്റ്, പയറ് തോരൻ, തൈര്, മീൻ പൊരിച്ചത്, കണ്ടോ? മീൻകറി, പയറ് തോരൻ, തൈര്, കൂന്തല്, മീൻകറി, ഫിഷ് ഫ്രൈ, പപ്പടം ഉണ്ട്, ചോറ് ചിഞ്ചുക ചോറുണ്ട്. വേറെന്തല്ലേ തക്കാളി സൂപ്പോ? താളിപ്പുണ്ടോ? ഇതാണ് താളിപ്പ്. ചാലിപ്പ് എന്നറിയല്ലോ. അടിപൊളി. അവിടുത്തെ മെയിൻ സാധനം രസം. രസമല്ല, അത്ര രസമൊന്നുമില്ല, ഒരു അത്ര രസമൊന്നുമില്ല. ഉണ്ടല്ലേ ഉണ്ടല്ലടി. എന്നാ കേറ്, ഫെല്ല കേറ്. അനി ചവിട്ടിക്ക വാ ചവിട്ട്. അത് വെക്കി കളിക്കുകയാണ്. നീ ചവിട്ട്. ഓഫാക്കിയിട്ടുണ്ടാവൂല. പോരട്ടെ? നല്ല ചവിട്ടി കൊടുക്ക്. ചവിട്ട്. അങ്ങനെ തന്നെ പോരട്ടെ? ഇനി അതും വലിയ നമുക്ക് അങ്ങനല്ല കയറുക. ആ സൈഡിൽ കൂടെ സ്റ്റെപ്പുമ്മ കയറുക. അങ്ങനെ വാ. പോരട്ടെ? പേടിയാണ് ഒറ്റ കയറാൻ.
കേറലും ഗിയറൊക്കെ കഴിഞ്ഞ് ഒക്കെ ശടപടയെന്നായിരുന്നു. ഇനി അത് ഒന്നിനും സ്ഥിരത ഇല്ല. അങ്ങനെ ഒരു ദിവസത്തെ നിൽപ്പിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകാനില്ല. ഇന്നലെ വന്നതാണ്, ഫുള്ള് വിരുന്നായിരുന്നു. ഇന്നലെ രാത്രി വിരുന്ന്, രാവിലെ വിരുന്ന്, ഉച്ച വിരുന്ന്. ഇനി ഇല്ല, ഇനി നിൽക്കണില്ല. സൽക്കരിച്ച് ഞങ്ങൾ ഒരു സൈഡ് കൈ സൽക്കാരതൊന്നുമല്ല കേട്ടോ, അത് വേറെ. ഈ എന്താ പറയാ, മമ്പാടുകാർ ഇത്രയും സൽക്കാരപ്രിയരാണെന്ന് അറിഞ്ഞില്ലല്ലേ. എന്തായാലും ഉമ്മാന്റെ ഫുഡൊക്കെ അടിപൊളി. ഉമ്മക്ക് എന്താ പറയാനുള്ളത് ഞങ്ങളെ കുറിച്ച്? ഞങ്ങള് സൽക്കാരം സാധാ ഫുഡ്. അങ്ങനെയാണോ ജനു? അപ്പൊ എല്ലാവരോടും നമോഭാഗം, ചിഞ്ചിന്റെ ഭാഗം നമോഭാഗം. ജനു ഇന്ന് പോയി തരും. വണക്കം. ഞങ്ങൾക്കും അങ്ങനത്തെ ഒരു ദൈവം വന്നിട്ടില്ല. ഒരു മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് നിൽക്കുകയാണെന്നൊന്നും ഇല്ലല്ലോ, വരില്ല. അതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? ജനു ചോളത്തിന്. ആർക്കാണ്? ജനുവിനാണ് അത്ര എന്താ പറയണേ? ചിഞ്ചു പറയണേ ഉമ്മച്ചി കൊടുക്കാനാണ്. അതിന്റെ ക്രെഡിറ്റ് ഉമ്മച്ചി കൊടുക്കണം എന്നാണ് ചിഞ്ചു പറയുന്നത് കേട്ടോ. എന്തായാലും എല്ലാരും കൂടെ കൂടി ചേർന്നിട്ട് നല്ല അടിപൊളി വൈബാക്കി അടിപൊളി ഒരു ദിവസമാണ് ഞങ്ങൾ സമ്മാനിച്ചത്. ഞങ്ങള് തിരിച്ചു പോവാണ്. തിരിച്ചു പോകുമ്പോ 1-2 സ്ഥലത്ത് കൂടെ കയറാണ്ട് എന്നിട്ട് നേരെ വീട്ടിലോട്ട്. അപ്പൊ എല്ലാരും ഒന്ന് ബൈ ബൈ പറഞ്ഞേക്ക്, ചായയോട് കൂടിയിട്ട് ബൈ 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 ബൈ.